അറസ്റ്റ് ചെയ്തുകൊണ്ട് സർക്കാർ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അല്ല, എന്താണ് ഞാൻ പറയേണ്ടത്? ഇവിടത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം മുതൽ പറയുന്നത് ഇതൊരു വീഴ്ചയായിരുന്നു. ഇതിന്റെ ഒരു കവറപ്പിന് എത്രയോ കാലമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്, അറ്റംപ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. BJP ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത് എന്താണ്? ഇതെല്ലാം ഈ കൊള്ള നടന്നത് ഇവിടുത്തെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിന്റെ പിന്തുണ കൊണ്ട് മാത്രമേ ഇതെല്ലാം നടക്കാൻ പറ്റൂ. അത് നമ്മൾ കൃത്യമായി അന്ന് തന്നെ പറഞ്ഞതാണ്. നമ്മൾ എന്താണ് ചോദിച്ചത്? BJP ചോദിച്ചത് മന്ത്രി രാജിവെക്കണം, ഒരു CBI അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ ഒരു അന്വേഷണം നടക്കണം, ദേവസ്വം ബോർഡിനെ പിരിച്ചു വിടണം. ഇതാണ് ഞങ്ങൾ അന്നും ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോ ആദ്യം അവര് പറഞ്ഞു വീഴ്ചയാണ്. അപ്പോ ഇത് കണ്ട് ജനങ്ങൾക്ക് അത് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പോറ്റീനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വാസു. നോക്കൂ, ഇതെല്ലാം ശരി, വാസുവും ജയിലിൽ പോണം, പോറ്റിയും ജയിലിൽ പോണം. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനെ കവറപ്പ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് കസരത്ത് ചെയ്താലും, എന്ത് സർക്കസ് ചെയ്താലും, ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെ തിരിക്കാൻ നോക്കിയാലും ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഇതൊരു ക്രൈമാണ്. ക്രൈം ആണെങ്കിൽ ക്രിമിനൽസ് ഉണ്ടാവും. ക്രിമിനൽസ് ആരാണെന്ന് അന്വേഷണം ചെയ്ത് അവരെ പിടിച്ച് ജയിലിൽ അയക്കണം. അല്ല, ഒരു വാസു അല്ല ഇത്. ഒരു ചെറിയൊരു വാസു പോലെ ഒരു പോറ്റീനെ പിടിച്ചാൽ മാത്രം പോരാലോ. ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാരാണ്. ഇതിൽ പിണറായി വിജയൻ വിചാരിക്കാത്ത എന്തെങ്കിലും നടക്കുവോ? നടക്കില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാരാണ്, വിട്ടുകളല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻജി പറയാത്തത് എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ. ഒരു സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചു നോക്കൂ. 2018 ആരാണ് ഈ ദ്രോഹം ചെയ്തത്? പിണറായി വിജയൻ. അപ്പൊ ഇതെല്ലാം ചെയ്തത് ഒരു മനസ്സ്, ഒരു എന്താ പറയാ, ഒരു ദ്രോഹം ചെയ്യണം, കൊള്ള ചെയ്യണം എന്ന് മനസ്സ് വെച്ച് ചെയ്തതാണ്. ഇത് ആരാണ് ചെയ്തത്, എങ്ങനെ ചെയ്തു, എന്ത് ധൈര്യത്തോടെ ചെയ്തു, ഇത് നമ്മൾ അന്വേഷിച്ചിട്ട് പിടിക്കണം. ഇപ്പോഴും പറഞ്ഞത് വാസു